ഹേ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ വാട്ട്സ്ആപ്പ്. ഓണത്തിൻ്റെ റിലീസ് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം കണ്ട സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം. ടോവിനോ കയറി തകർത്താടിയ സിനിമ. ആൻഡ് ഇതിലെന്താ പറയുക, ട്രിപ്പിൾ റോൾ. മൂന്ന് ക്യാരക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ട്രിപ്പിൾ റോൾ എന്ന് പറയാം. മൂന്ന് പേരും ഒരേ എന്താ പറയുക, ഒരേ കാലഘട്ടത്തിലല്ല, പക്ഷേ പല പല കാലഘട്ടങ്ങളിലേക്ക് കൂടെ പറഞ്ഞ് സ്പോയിൽ ആക്കുന്നില്ല കൈ. ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ആൻഡ് ജിത്തുലാൽ കക്ഷിയുടെ ഡെബ്യൂ ഡയറക്ഷൻ സിനിമയും കൂടിയാണ്. ആൻഡ് കക്ഷി ഈ ഒരു സിനിമയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൽ ജിത്തു ഓടിക്കുന്നൊരു വണ്ടിയുണ്ട്, ടാറ്റ സിയറ. അധികം ഫോക്കസ് ഒന്നും ആ വണ്ടി കൊടുത്തിട്ടില്ല, പക്ഷേ ആ ഒരു ഇൻട്രോ സീനിൽ ഈ കക്ഷി ആ വണ്ടി ഓടിച്ച് വരുമ്പോൾ എന്തോ ഭയങ്കര നോസ്റ്റാൾജിയ ഫീൽ ചെയ്തു. സോ ലൈക്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, 90s നടക്കുന്ന ഒരു കഥ. ഐ മീൻ സെൽഫോണൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണിത്. ആൻഡ് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഈ ഒരു അമ്പലവും പിന്നെ അതിൻ്റെ ചുറ്റുപാടും നടക്കുന്ന ആ ഒരു പൂരത്തിനോട് നടക്കുന്ന, ഉത്സവത്തോട് നടക്കുന്ന ആ ഒരു കളർഫുൾനെസ് ഉണ്ടല്ലോ, അത് നമ്മുടെ മിന്നൽ മുരളിയുടെ ക്ലൈമാക്സുമായിട്ട് നല്ല സാമ്യം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ദ ബിഗ് വീൽ, ഭയങ്കര സാമ്യം എന്ന് പറഞ്ഞാൽ അത് കണ്ടപാടെ തന്നെ മിന്നൽ മുരളിയിലാണ് ഓർമ്മ വന്നത്. ആൻഡ് എവിടെയൊക്കെയോ ഒരു റൂമർ നടക്കുന്നുണ്ടായിരുന്നു, ഇത് ആ ഒരു സെയിം യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു കഥയാണ്. ആൻഡ് ഇൻ ഫ്യൂച്ചർ ആ ഒരു ഇൻ്റർലിങ്കിങ് വരാം. ആൻഡ് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരാരും ഇതിനൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നിട്ടില്ല. ബട്ട് എന്തോ അതൊരു കൺഫർമേഷൻ യെസ് എന്ന് പറഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയേനെ. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ മൂവി, മണിയപ്പൻ, കേളു, പിന്നെ അജയനാണ് ആ തേർഡ് വരുന്ന മൂന്നാമത്തെ തലമുറ, നാലാമത്തെ തലമുറയിൽ വരുന്ന ടോവിനോ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. ആൻഡ് കഥ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഒരു വിളക്കിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്, ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സൊക്കെ ഉള്ള ഒരു വിളക്കിനെ ചുറ്റിപ്പറ്റിയാണ് കഥ മൊത്തം നടക്കുന്നത്. ആൻഡ് അജയൻ്റെ രണ്ടാമത്തെ മോഷണം, ആദ്യത്തെ മോഷണം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ മോഷണം എന്താണെന്നുള്ളത് സിനിമയുടെ ഒരു ഹാഫ് പാർട്ട് എത്തുമ്പോഴേ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്താണ് കക്ഷി ഉദ്ദേശിച്ചിട്ടുള്ളതെന്നുള്ളത്. ആൻഡ് അടിപൊളി സിനിമ ഗൈസ്. ഐ മീൻ ഓണം റിലീസുകളിൽ ബാക്കി സിനിമകളൊന്നും കണ്ട് തീർന്നിട്ടില്ല, പക്ഷേ തുടക്കം തന്നെ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ആസ് ഓഫ് നൗ 2024 ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്ന് ഇതാണ് എടുത്ത് പറയാം. ഐ മീൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നടന്ന് ആകെ വശകോശായിരിക്കുന്ന സമയത്ത് ഒരു യൂ ടേൺ അല്ലെങ്കിൽ ഒരു വ്യൂ ടേണർ എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു സിനിമ. ആൻഡ് സുരഭി ആ നടി അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടർ വേറൊരു ലെവൽ തന്നെയാണ്. കക്ഷിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. ആൻഡ് ഐ വാസ് ടോട്ടലി ടേക്കൺ ബാക്ക്. കാരണം ട്രെയിലറിൽ എവിടെയും അതിനെക്കുറിച്ചൊരു ഹിൻഡ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നടി ആരായിരിക്കും എന്നുള്ളത്. ബട്ട് ഈ മണിയപ്പൻ്റെ ഭാര്യയായിട്ട് അവതരിപ്പിക്കുന്ന ആ ഒരു പേര് ഞാൻ മറന്ന ക്യാരക്ടറുണ്ട്, അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഇമോഷൻസ് വെരി 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 നൈസ്. എല്ലാവരും ഒരുമിച്ച് തകർത്താടി നല്ലൊരു സിനിമ. അജു വർഗീസിന് ഏകദേശം എന്താ പറയുക, ഒരു ഗസ്റ്റ് റോള് പോലെയാണ്. SIയുടെ റോളിൽ വന്നിട്ട് 2-3 ഷോട്ട്സ് മാത്രമേ ഉള്ളൂ, പക്ഷേ ആൾ കൊള്ളാം. എന്താ പറയുക, കോമഡിയൊക്കെ എവിടെയൊക്കെ കയറ്റാൻ പറ്റുമോ അവിടെയൊക്കെ കയറ്റിയിട്ടുണ്ട്, എവിടെയൊക്കെ ആക്ഷൻ കയറ്റാൻ പറ്റുമോ അവിടെയൊക്കെ കയറ്റിയിട്ടുണ്ട്. ആൻഡ് ബേസിൽ ജോസ് ഒരു സൈഡ് കിക്കിന് പോലെ. ഐ മീൻ ഗൈസ്, നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മാമാങ്കം തന്നെയാണ് ഈ ഒരു സിനിമ. ലൈക്ക് ആ തുടക്കത്തിലുള്ള കേളു, അയാളുടെ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്, ഒരു കുതിരയും ഇങ്ങനെ ചാടി വരുന്ന ഒരു ഇൻട്രഡക്ഷൻ, അവിടെ ഇവിടെയൊക്കെ ബോംബ് പൊട്ടുന്നത്, അത് ഇത്തിരി ഓവറായി ഫീൽ ചെയ്തു. പക്ഷേ ആ ഒരു കഥ മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതൊക്കെ അങ്ങോട്ട് മറന്നു, ആ ഒരു ഓവർനെസ് അങ്ങോട്ട് മാഞ്ഞു പോയി. സോ ഗൈസ്, പടത്തെക്കുറ്റി നല്ലത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും 3D, ഇതൊരു 2D ആണ് ഷൂട്ട് ചെയ്തെങ്കിലും ഐ വാച്ച്ഡ് 3D മസ്റ്റാണോ വേണ്ടതെന്നുള്ളത് ഞാൻ പറയാനില്ല. ബിക്കോസ് പഴശ്ശിരാജൻ 3Dയിൽ വന്നു, ഐ ഡോണ്ട് നോ ദാറ്റ്സ് ഗോയിങ് ടു ബി മച്ച് ഓഫ് ചേഞ്ച്. ബട്ട് ഈ ഒരു സിനിമയുടെ ഒരു ടോട്ടൽ തീം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് അജയൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, പക്ഷേ ആ ഒരു ലാര ക്രോഫ്റ്റ് ടോം റൈഡറിൻ്റെ പോലെ ആ ഒരു വിളക്കിൻ്റെ പിന്നാലെ ഇങ്ങനെ ആ ഒരു റിഡിൽ സോൾവ് ചെയ്യുന്ന രീതിയും, പിന്നെ കക്ഷിയുടെ പാരമ്പര്യം എന്താണെന്നുള്ളത് വ്യക്തമാകുന്നതിൻ്റെ ഒരു ചുരുക്കിക്കുന്നുണ്ട്. അതൊക്കെ
അടിപൊളി. ലൈക്ക് ഐ വാസ് ടോട്ടലി ടേക്കൻ ബാക്ക്. കൊള്ളാം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് G2 ഹാസ് ഡൺ വെരി ഗുഡ് ജോബ്. ആളുടെ ഡയറക്ഷണൽ ഡെബ്യൂ ഡയറക്ഷണൽ ഫിലിമായിട്ട് കൂടിയും ഹി ഹാസ് ഡൺ വെരി ഗുഡ്, വെരി 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 ഗുഡ്. പക്ഷേ നല്ല കൂളായിട്ട് ആ നെഗറ്റീവ് ഷെയ്ഡ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത ലിസ്റ്റിൽ അടുത്ത സിനിമ ഇരിക്കുന്നത് ബാഡ് ബോയ്സ് ആണ്. ആസ് യൂഷ്വൽ നമ്മൾ അടുത്തൊരു ബിഗ് ബാങ് ആയിട്ട് വന്നിരിക്കുന്നത് ഒഫീഷ്യലി എല്ലാം ട്രോളുകളും എല്ലാവരും പറയുന്ന ഈ ഒരു സിനിമ കൊള്ളാം എന്നതാണ്. സോ മൈ സെക്കൻഡ് സജഷൻ വുഡ് ബി ദാറ്റ് അത് തന്നെയാണ് കാണാൻ പോകുന്നത്. അടുത്ത വീഡിയോ റിവ്യൂ അത് തന്നെയായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആസ് യൂഷ്വൽ. ആൻഡ് അതൊക്കെ തന്നെ, അടുത്ത മൂവി റിവ്യൂമായിട്ട് വരാം. അതുവരേക്കും തള്ളേ പിള്ളേ.